സെയ്ഫ് സൈനുലാബ്ദീൻ കൂടിയുണ്ട്. സെയ്ഫ്, ഇപ്പോൾ ഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ വീണ്ടും പാർട്ടി പ്രതിരോധത്തിലാവുന്ന ഒരു ഘട്ടത്തിലാണ്. VS-ന്റെ അവസാനത്തെ നിയമ പോരാട്ടം നമ്മൾ ചർച്ച ചെയ്യുന്നതും അല്പം മുമ്പും സെയ്ഫും അക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. ഏറ്റവും ഒടുവിലായി ഒരുപക്ഷെ VS കോടതി കയറിയത് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള മൈക്രോ ഫിനാൻസ് കേസിനായിരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെയൊക്കെ എല്ലാ കാലത്തും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാട് കൊണ്ടു നടന്നിരുന്ന, അത് മുഖമുദ്രയായി സ്വീകരിച്ചിരുന്ന, അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന VS-ന്റെ അഭാവം പുതിയ രാഷ്ട്രീയ പരിസരത്തിൽ, സമകാലിക രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എത്ര വലിയൊരു ശൂന്യതയുണ്ടാകും? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി തുടർച്ചയായി ഇങ്ങനെ വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോൾ VS അച്യുതാനന്ദൻ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് SNDP യോഗത്തെയും വെള്ളാപ്പള്ളിയെ നേരിട്ട ഒരു രീതിയുണ്ട്. അതിന് പാർട്ടി നേതൃത്വം VS-നെ ചുമതലപ്പെടുത്തിയത് തന്നെയാണ്. VS അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. SNDP യോഗത്തിൻ്റെ ഭാഗമായിട്ട് BDJS എന്ന പാർട്ടി രൂപീകരിക്കുന്നു. സ്വാഭാവികമായിട്ട് CPM അതിനകത്തൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. കാരണം CPM-ൻ്റെ എല്ലാ കാലത്തെയും വോട്ട് ബാങ്ക് എന്നത് SNDP യോഗവുമായി ബന്ധപ്പെട്ട് ഈഴവ സമുദായത്തിലെ വോട്ട് തന്നെയായിരുന്നു. ആ വോട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുണ്ടാകുമോ അല്ലെങ്കിൽ അത് ഒഴിച്ചു പോകുമോ എന്നുള്ള ആശങ്ക CPM-നുണ്ടായ പശ്ചാത്തലത്തിലാണ് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി ആ പോരാട്ടം VS അച്യുതാനന്ദൻ നടത്തുന്നത്. അത് ചെറിയ രീതിയിലല്ല VS ശ്രദ്ധേയമായ കാര്യം. VS അച്യുതാനന്ദൻ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു. കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് VS അച്യുതാനന്ദൻ കാസർഗോഡ് അദ്ദേഹത്തിൻ്റെ പ്രചരണം തുടങ്ങിയ സ്ഥലം മുതൽ ഇന്ന് തിരുവനന്തപുരത്ത് പാറശാല വരെ വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അത് SNDP യോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട SNDP യോഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ആ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആരോപണം. ഒരു നിമിഷം സൈഫ്, ഞാൻ ഒന്നുകൊണ്ട് പെടുന്നു.